നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 16ാം നിയമസഭയിലെ നിയുക്ത MLA-മാർ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അംഗങ്ങളുടെ പേരിന്റെ അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ അവിടെ നടക്കുന്നത്. പ്രൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട G. സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയായിരുന്നു G. സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. ദൈവനാമത്തിലും സഗൗരവമായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് നമ്മുടെ MLA-മാർ. പ്രോടൈം സ്പീക്കർ G. സുധാകരന് മുന്നിലാണ് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ. ഇംഗ്ലീഷിലും കന്നഡ ഭാഷയിലും തമിഴിലും അംഗങ്ങൾ സത്യവാചകം ചൊല്ലി. CPM വിട്ട് തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ച TK ഗോവിന്ദൻ സത്യവാചകം ചൊല്ലുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടുത്തെത്തി ഹസ്തദാനം ചെയ്തപ്പോൾ ഭരണബെഞ്ച് കൈയടിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുള്ള വാചകങ്ങളും പാർട്ടി ഒറ്റപ്പെടുത്തിയതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് TK ഗോവിന്ദൻ ഇന്ന് അദ്ദേഹം അവിടെ എത്തി പിണറായി വിജയനെ കണ്ട് ഹസ്തദാനം നൽകിയത്. CPM വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച് വിജയിച്ച V. കുഞ്ഞികൃഷ്ണൻ MLA-യും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയനെ അടുത്തെത്തി അഭിവാദ്യം ചെയ്താണ് മടങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനും അദ്ദേഹം ഇലക്ഷന്റെ സമയത്തൊക്കെ നേരിട്ടത് സമാനതകളില്ലാത്ത പാർട്ടി ക്രൂരത തന്നെയായിരുന്നു. അദ്ദേഹത്തെ പിന്നിൽ നിന്നും നേരിട്ടൊക്കെ തന്നെ പല തരത്തിലുള്ള ക്രൂരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയതും ഉപദ്രവിച്ചത്. പക്ഷേ ഇന്ന് സഭയിൽ MLA ആയി പിണറായി വിജയന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും ആ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ മറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അഭിവാദ്യം ചെയ്ത് അല്ലെങ്കിൽ ഹസ്തദാനം നൽകിയ ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പലതരത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പുറത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആദ്യ ദിവസം വളരെ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ദിവസം ഇനി എത്രത്തോളം ഈ പറയുന്നവരൊക്കെ തന്നെ സഭയിൽ ഏറ്റുമുട്ടും എന്നുള്ളത് കൂടി കാത്തിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കളമശ്ശേരി MLA-യും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായ V. അബ്ദുൾ ഗഫൂർ ആയിരുന്നു. രണ്ടാമതായി പാറക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. KK ആബിദ് ഹുസൈൻ തങ്ങൾ, അബിൻ വർക്കി എന്നിവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പുനലൂർ MLA C. അജയപ്രസാദ്, OS അംബിക, GR അനിൽ എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. OS അംബികയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത. സത്യവാചകത്തിന് അവസാനം ആലുവാക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് അൻവർ സാദത്തും പറഞ്ഞു. MS അരുൺകുമാറും സഗൗരവം പ്രതിജ്ഞ ചെയ്തപ്പോൾ കന്നഡ ഭാഷയിലാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. UDF നിരയിൽ നിന്ന് VT ബൽറാമും CP ജോണും സഗൗരവം സത്യവാചകം ചൊല്ലി. UDF സ്വതന്ത്രനായി വിജയിച്ച TK ഗോവിന്ദന്റെ സത്യപ്രതിജ്ഞയും ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കസേരയുടെ അടുത്തെത്തി ഹസ്തദാനം ചെയ്ത ശേഷമാണ് TK ഗോവിന്ദനും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും സഗൗരവം തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. BJP MLA ആയ BB ഗോപകുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങ് സഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് BJP MLA-മാർ നിയമസഭയിൽ എത്തിയത്. ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുൻപാകെയാണ് സുധാകരൻ സത്യവാചകം ചൊല്ലിയത്. അമ്പലപ്പുഴ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. 22-ാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും അവിടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ചിലർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. പലരും അവിടെ എത്തി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ തന്നെ മുൻനിരയിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനും കൈ കൊടുത്താണ് ചിലർ മടങ്ങുന്നത്. എല്ലാവരും മുകളിൽ സ്പീക്കറുടെ പ്രോടൈം സ്പീക്കർ ഇരിക്കുന്ന ആ ഒരു ഡയസിന്റെ അടുത്തെത്തി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഹസ്തദാനം നൽകി സംസാരിച്ചുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള എല്ലാ MLA-മാരും മടങ്ങുന്നത്. ഇതേസമയം തന്നെ പലരും ഭരണപക്ഷത്തെ നോക്കി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മടങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. കാരണം 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് പിണറായി സർക്കാർ താഴെ വീഴുകയും UDF സർക്കാർ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളയിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത്
അവർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച പല പദ്ധതികളും, അതായത് കേരളയിൽ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനമുണ്ടായത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പലതരത്തിലുള്ള ആഘോഷ പരിപാടികളും പല മേഖലകളിലും നടന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസം ഏറെ നിർണായകം തന്നെയാണ്. ഏതായാലും വകുപ്പ് വിഭജനമൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള മന്ത്രിമാരുടെ ഭരണം എങ്ങനെയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് നടക്കേണ്ടത്. ഇതിനോടൊക്കെ വി.ഡി. സതീശന് വലിയൊരു ഫാൻസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ഭാവങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി അങ്ങോട്ടുള്ള ഭരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇനി എത്രത്തോളം ശക്തമായിരിക്കും സഭയിൽ എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.